ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യലായിട്ടുള്ള അവിയൽ ഉണ്ടാക്കാം. അപ്പോൾ എപ്പോഴും ഞാൻ അവിയൽ ഉണ്ടാക്കുമ്പോൾ തൈര് ചേർത്തിട്ടായിരുന്നു. ഇപ്രാവശ്യം ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ചട്ടിയിലോട്ട് ഏകദേശം ഒരു 1.5 കപ്പോളം ഉണ്ടാവും ചേന എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പടവലങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചക്കായ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതുണ്ടെങ്കിൽ അത് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അത്ര തന്നെ ക്യാരറ്റ് ചേർത്ത് കൊടുത്തില്ല, കുറച്ച് കുറവാക്കിയിട്ട്. അതുപോലെ തന്നെ മുരിങ്ങയ്ക്കയും കുറച്ച് കുറവായിട്ട് ചേർത്തിട്ടുള്ളത്. ബീൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ക്യാരറ്റിൻ്റെ അതേ അളവിൽ തന്നെ. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉടഞ്ഞു പോവാത്ത ഏത് പച്ചക്കറി വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. കോവക്ക വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ അതൊന്നും ചേർത്തില്ല. ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വേപ്പില കൂടി ചേർത്തൊന്ന് തിരുമ്മിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും കൈ വെച്ച് ഇങ്ങനെ തിരുമ്മി ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് വരാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഈ വെളിച്ചെണ്ണ ഒഴിച്ചത് എത്തുന്നത് വരെ കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. എല്ലാ പ്രാവശ്യം കുറച്ച് കൂടുതൽ അളവിലൊക്കെ എടുക്കാറുണ്ട്. പ്രാവശ്യം കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ള ഉരുളി കുറച്ച് വലിയ ഉരുളി ആയതുകൊണ്ട് മൺചട്ടി എടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത്. എന്നിട്ട് ഇതാ വാഴയില വെച്ചിട്ടാണ് അടച്ചു വെക്കുന്നത്. സത്യം പറഞ്ഞൂടെ, ഈ വാഴയിലൊക്കെ വെച്ച് അടച്ചിട്ട് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ. ഇനി ഇതൊരു 7-8 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും ഒരു 1/4 ഭാഗം വേവാകുമ്പോൾ ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിനുള്ളത് മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഒരു 7-8 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിലിടയിൽ 1-2 പ്രാവശ്യം ഞാനൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അടിക്കട്ടിയുള്ള ഉരുളിയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, മൺചട്ടി ആയതുകൊണ്ട് അടിയിൽ അങ്ങ് പിടിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ട്. അപ്പം അടിയിലൊന്നും ഇതുവരെ പിടിച്ചിട്ടൊന്നുമില്ല. അത്യാവശ്യം വെള്ളം ഇതിൽ തന്നെ ഉണ്ട് താനും. ഇനി നടുവൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു മാങ്ങ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത്ര പുളിയൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു മാങ്ങയുടെ പകുതി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് കിട്ടിയിട്ടുള്ള മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ്. എന്നിട്ട് ഇത് ഒന്നുകൂടെ അത് മീതക്കൊക്കെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മീതെ വീണ്ടും വാഴയില വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോഴേക്കും ഈ ഒരു ആവിയിൽ കിടന്നിട്ട് മാങ്ങയും കഷ്ണം ഒന്നുകൂടെ വെന്ത് കിട്ടും. കുറച്ച് നേരം മാത്രം അടച്ചു വെച്ചാൽ മതി. ഇനി ഇത് ആ ടൈം കൊണ്ട് അരപ്പ് തയ്യാറാക്കിയിട്ട് എടുക്കുക. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ജാറിലോട്ട്. പിന്നെ ഒരു 7-8 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 3-4 പച്ചമുളക് എടുക്കുക. കുറച്ച് വേപ്പില, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ തന്നെ ചെറിയ ജീരകം. ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോഴേക്കും നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവാത്ത രീതിയിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. മാങ്ങ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ആവിയിൽ കിടന്നിട്ട് തന്നെ ഇതിലിനി വെള്ളമൊന്നുമില്ല. ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. തേങ്ങ ചതച്ചെടുക്കുമ്പോൾ അമ്മിയിൽ വെച്ചാണെങ്കിൽ ഒന്നുകൂടെ നല്ലത്. നമുക്കിവിടെ അങ്ങനത്തെ സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് മിക്സിയിൽ വെച്ച് ചെയ്തതേ ഉള്ളൂ. അങ്ങനെ ഇതാ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവാത്ത രീതിയിൽ ഇനി ഇങ്ങനെ തട്ടിക്കൂട്ടിയിട്ട് ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ മീതെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മീതെ കുറച്ച് വേപ്പിലൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് കൂടുതൽ തന്നെ വേപ്പിലുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ളത് ഇട്ട് കൊടുക്കണം. അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് വാഴയില വെച്ചിട്ട് തന്നെ ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ അടച്ചു വെച്ചാൽ മതി. ഇപ്പോൾ 2-3 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ ഇതാ തുറന്നിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ അവിയൽ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ വാഴയിലൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് അങ്ങിട്ട് കൊടുക്കുന്നുണ്ട്. വീട് മൊത്തം നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ആ പച്ച വെളിച്ചെണ്ണയുടെ അതുപോലെ തന്നെ കറിവേപ്പിലയുടെ ഒക്കെ സ്മെല്ല് പറയാതിരിക്കാൻ വയ്യ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇനി തൈരില്ലെങ്കിലും ഇതിങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് മാങ്ങ വെച്ച് ചെയ്ത് നോക്കുക. ഇത്ര തന്നെ പുളി വേണ്ടെങ്കിൽ ഒരു പകുതി മാങ്ങ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.